Hello everyone, welcome to the video lecture on differential equations and its applications. Today we will see section 46 on Bessel functions and gamma function, and this will be in Malayalam. In order to watch this in English, please click the link available in the description. എല്ലാവർക്കും നമസ്കാരം. ഒരു ബെസൽ ഇക്വേഷൻ എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം. അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു 0. പി എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെസൽ ഫങ്ഷൻസ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് ഇത് നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ പ്ലസ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് പി ഓഫ് എക്സ്? നമുക്ക് ഈ പറയുന്ന തന്നിട്ടുള്ള ബെസൽ ഇക്വേഷൻ ത്രൂ ഔട്ട് എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പാരിസൺ പോസിബിൾ ആണ്. സോ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇൻറ്റു ബൈ എക്സ് സ്ക്വയർ വൈ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എക്സ് പി ഓഫ് എക്സും എക്സ് ക്യൂ ഓഫ് എക്സ് എക്സ് സ്ക്വയർ ക്യൂ ഓഫ് എക്സും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ബോത്ത് ആർ അനാലിറ്റിക് നിയർ ദി ഒറിജിൻ. സോ വിച്ച് മീൻസ് ദാറ്റ് ഒറിജിൻ ഈസ് എ റെഗുലർ സിംഗുലർ പോയിന്റ്. സോ വൺസ് റെഗുലർ സിംഗുലർ പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻറ്റീഷ്യൽ ഇക്വേഷനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഇൻറ്റീഷ്യൽ ഇക്വേഷൻ? അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്കറിയാം. എം ഇൻറ്റു എം മൈനസ് 1 പ്ലസ് എം പി നോട്ട് പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ 0. പി നോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ്പാൻഷനുള്ള പവർ സീരീസ് എക്സ്പാൻഷനുള്ള കോൺസ്റ്റന്റ്, ക്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേലുള്ളത്. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എം ഇൻറ്റു എം മൈനസ് 1 പ്ലസ് എം മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു 0. വളരെ എളുപ്പത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. യു വിൽ ബി ഗെറ്റിംഗ് എം സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു 0, വിച്ച് മീൻസ് എം ഇസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് പി. ഇനി എം ഇസ് ഈക്വൽ ടു പി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ഫോർ ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൺ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ഓഫ് ദി ഫോം എക്സ് റേസ് ടു പി ഇൻറ്റു സിഗ്മ എ എൻ എക്സ് റേസ് ടു എൻ. ഓക്കെ, ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ സെക്ഷനിൽ നമ്മൾ ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ തന്നിട്ടുള്ള ബെസൽ ഇക്വേഷന് ഒരു പവർ സീരീസ് സൊല്യൂഷൻ, ഒരു ഫ്രോബീനിയസ് സീരീസ് ഫോമിലുള്ള ഒരു പവർ സീരീസ് സൊല്യൂഷൻ ഈ രീതിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഇതിലെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ബെസൽ ഇക്വേഷൻസിൽ വൈ ഡാഷും വൈ ഡബിൾ ഡാഷും കണ്ടുപിടിച്ച് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുശേഷം ഫൈനലായിട്ട് നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഇൻറ്റു എ നോട്ട് ഇൻറ്റു എക്സ് റേസ് ടു പി ഇൻറ്റു സമ്മേഷൻ ഓഫ് എ സീരീസ് എന്നുള്ള ഫോമിൽ നമുക്ക് അവസാനിപ്പിക്കാം. അതിൽ ആ എ നോട്ടിന് 1/2 റേസ് ടു പി ഇൻറ്റു പി ഫാക്ടോറിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആ സൊല്യൂഷനെ നമ്മൾ ജെ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബെസൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന ജെ പി എന്ന് പറയുന്ന ആ എക്സ്പ്രഷനിൽ ഒരു പി പ്ലസ് എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ടേം ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പി ഒരു ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് പി പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിഫറെൻ്റ് ആണ് അല്ലേ. പക്ഷെ പി ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ പി പ്ലസ് എൻ ഫാക്ടോറിയലിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വി ഇൻട്രൊഡ്യൂസ് ദി ടേം ഗാമ ഫംഗ്ഷൻ. ഗാമ ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി അറിയുന്ന ഗാമ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനേഷനും പ്രോപ്പർട്ടീസൊക്കെ അവിടെ കാണും. അപ്പോൾ ജെ പി എന്ന് പറയുന്നൊരു സൊല്യൂഷൻ കിട്ടി. ഇനി ഇതിൽ കൂടാതെ തന്നെ നമുക്ക് രണ്ട് സൊല്യൂഷൻ അല്ലേ, സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് അനദർ സൊല്യൂഷൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ജെ പി. അപ്പോൾ വീണ്ടും നമ്മൾ എ നോട്ട് ഇസ് ഈക്വൽ ടു 1/2 റേസ് ടു പി ഇൻറ്റു പി ഫാക്ടറിൽ തന്നെ കൊടുക്കുന്നു. ഇനി അവിടെ പിക്ക് പകരം എം ഇസ് ഈക്വൽ ടു മൈനസ് പി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ജെ മൈനസ് പി എന്ന് ഉള്ള ഒരു പുതിയൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്ന കാണാൻ പറ്റും. ഇത് പി ഇൻറ്റിജർ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ജെ പി എന്നാണ്. പക്ഷെ പി ഇൻറ്റിജർ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് ജെ മൈനസ് പി എന്ന് പറയുന്നത് ജെ പി ആയിട്ട് ഇൻഡിപെൻഡൻ്റ് അല്ല നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരു വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, അതെപ്പോഴും സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജനറൽ സൊല്യൂഷൻ എപ്പോഴും വൈ ഈക്വൽ ടു C1 ഇൻറ്റു ആദ്യത്തെ ജെ പി ഓഫ് എക്സ് പ്ലസ് C2 ഇൻറ്റു വൈ പി ഓഫ് എക്സ് എന്നൊരു ജനറൽ സൊല്യൂഷൻ ജനറേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഴയ ബെസൽസ് ഇക്വേഷനിൽ തുടങ്ങി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വൈ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു പി സിഗ്മ എൻ എക്സ് റേസ് ടു എൻ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സൊല്യൂഷൻ ഇരിക്കുന്നത്. എ നോട്ട് നോട്ട് ഈക്വൽ 0 ആണ്. ഓക്കെ, അതിന് നമുക്ക് സിഗ്മ എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് പി എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ വൈ ഡാഷും വൈ ഡബിൾ ഡാഷും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് വൈ ഡാഷ് കണ്ടുപിടിക്കാം. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. സിഗ്മ എൻ പ്ലസ് പി ഇൻറ്റു എ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് പി മൈനസ് 1 എന്നായി. ഇനി വൈ ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ അവിടെ എൻ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു എൻ പ്ലസ് പി
ഇൻറ്റു എ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് പി മൈനസ് 2 എന്നായിട്ട് മാറും. ഇനി ഇത് നമുക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല, പകരം നമ്മൾ ചെയ്യുന്നത് നമ്മൾ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കും, എക്സ് വൈ ഡാഷ് കണ്ടുപിടിക്കും, അതുപോലെ എക്സ് സ്ക്വയർ വൈ കണ്ടുപിടിക്കും, മൈനസ് പി സ്ക്വയർ വൈ കണ്ടുപിടിക്കും. എന്നിട്ട് ഇത് ഓരോന്ന് ഇവാലുവേറ്റ് ശേഷം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് എന്തായിരിക്കും? നമ്മൾ വൈ ഡബിൾ ഡാഷ് എന്താണെന്ന് നോക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ കൂട്ടി വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് പി മൈനസ് 2 എന്നുള്ളത് എക്സ് റേസ് ടു എൻ പ്ലസ് പി എന്നാവും. അതുപോലെ എക്സ് സ്ക്വയർ വൈ ഡാഷ് എക്സ് വൈ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൈ ഡാഷ് ഓൾറെഡി ഉണ്ട്, സോ ഇറ്റ് ബിക്കംസ് എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് പി എന്നുള്ള രീതിയിൽ അതിൻ്റെ എക്സ്പ്രഷൻ മാറി. ഇനി നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇൻറ്റു വൈ ആണ്. അപ്പോൾ അതിൽ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും സമ്മേഷൻ എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് പി പ്ലസ് 2 എന്നാവും. പക്ഷെ നമുക്ക് വേണ്ടത് എക്സ് റേസ് ടു എൻ പ്ലസ് പിൻ്റെ കോഎഫിഷ്യൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അത് സമ്മേഷൻ എ എൻ മൈനസ് 2 ആയി. അതുപോലെ മറ്റേ ലാസ്റ്റ് വേണം മൈനസ് പി സ്ക്വയർ വൈ നമ്മൾ അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? യെസ്, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് അടുത്തത് എന്താണ്? എക്സ് വൈ ഡാഷ് അല്ലെ, എക്സ് വൈ ഡാഷ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതായത് ഈ തന്നിരിക്കുന്ന ടേമുകൾ ഓരോന്നായിട്ട് സം എടുത്താൽ മതി, കാരണം ആ ഓർഡർ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ വൈയും മൈനസ് പി സ്ക്വയർ വൈ ഒക്കെ റെഡി ആയി കഴിഞ്ഞു, ഈക്വൽ ടു 0. ഓക്കെ, LHS നോക്കണ്ട, ഈ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമായിട്ട് സം ചെയ്ത് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് പി ഓൺ ബോത്ത് സൈഡ്സ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എൻ പ്ലസ് പി മൈനസ് 1 പ്ലസ് ഇൻറ്റു എൻ പ്ലസ് പി ഇൻറ്റു എ എൻ പ്ലസ് എൻ പ്ലസ് പി ഇൻറ്റു എ എൻ പ്ലസ് അവസാനത്തെ എന്താണ് എ എൻ മൈനസ് 2, കാരണം അതിൻ്റെ എ എൻ മൈനസ് 2 എന്ന് വന്നിരിക്കുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് പി പ്ലസ് മൈനസ് പി സ്ക്വയറിൻ്റെ എൻ ഈക്വൽ 0. ഇനി ഇതിൽ എ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രം എല്ലാം ഒരുമിച്ച് എഴുതി വേണമെങ്കിൽ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് ആദ്യത്തെ ഭാഗം എൻ പ്ലസ് പി ഹോൾ സ്ക്വയർ മൈനസ് എൻ പ്ലസ് പി ഇൻ ബ്രാക്കറ്റ്, ദെൻ പിന്നെ എൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് എൻ പ്ലസ് പി ആണ്, സോ എൻ പ്ലസ് പി, പിന്നെ എൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് മൈനസ് പി സ്ക്വയർ ആണ്. അപ്പോൾ അതിന് മുമ്പ് പ്ലസ്, ഓക്കെ അത് എഴുതാമായിരുന്നു. സോ ദിസ് ഇൻറ്റു എ എൻ, ഇതെല്ലാം ഇൻറ്റു എ എൻ ആണ്, പ്ലസ് എ എൻ മൈനസ് 2 മൈനസ് പി സ്ക്വയർ. ഓക്കെ, ദർസ് എ മൈനസ് സൈൻ, മൈനസ് പി സ്ക്വയർ ഇൻറ്റു എ എൻ ഈക്വൽ 0. അപ്പോൾ അതിൽ കാണാൻ പറ്റും മൈനസ് എൻ പ്ലസ് പിയും ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ആ ഭാഗങ്ങൾ അവിടെ ശരിയായി. പിന്നെ ബാക്കിയുള്ളത് ഒരു എൻ പ്ലസ് പി ഹോൾ സ്ക്വയറും ഒരു മൈനസ് പി സ്ക്വയർ മാത്രമാണ്. അപ്പോൾ എൻ പ്ലസ് പി ഹോൾ സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിങ് എൻ സ്ക്വയർ പ്ലസ് 2np മൈനസ് പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ പ്ലസ് എൻ മൈനസ് 2 ഈക്വൽ 0. അതായത് ഇത് പി സ്ക്വയർ അവിടെ ക്യാൻസൽ ചെയ്ത് പോയി. സോ ജസ്റ്റ് എൻ ഇൻറ്റു എൻ പ്ലസ് 2p അല്ലേ. സോ എൻ ഇൻറ്റു 2p പ്ലസ് എൻ ഇൻറ്റു എ എൻ പ്ലസ് എ എൻ മൈനസ് 2 ഈക്വൽ 0. റിമെമ്പർ ദാറ്റ് എ നോട്ട് ഈസ് നോട്ട് ഈക്വൽ 0. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇത് ഉപയോഗിച്ച് നമുക്ക് എല്ലാ കോഎഫിഷ്യൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊന്ന് റീറേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എ എൻ മൈനസ് 2 ബൈ എൻ ഇൻറ്റു 2p പ്ലസ് എൻ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എ നോട്ട് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, എ നോട്ട് നോട്ട് ഈക്വൽ 0 ആണ്, കാരണം സമ്മേഷൻ എ എൻ എക്സ് റേസ് ടു എൻ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ എ നോട്ട് നോട്ട് ഈക്വൽ 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഇനി നമുക്കറിയാം അതിന് മുമ്പുള്ള എല്ലാ സഫിക്സ് എ മൈനസ് 1 എ മൈനസ് 2 ഇതൊക്കെ തന്നെ 0 ആണ്, കാരണം എ നോട്ടാണ് ആദ്യത്തെ നോട്ട് ഈക്വൽ 0 ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ A1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എ മൈനസ് 1ൻ്റെ വാല്യൂ എന്നാണ് A1 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അത് 0 ആണ്. ഓക്കെ, കാരണം എ എൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എ എൻ മൈനസ് 2 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ സിമിലർലി A2 എന്ന് പറഞ്ഞാൽ മൈനസ് എ നോട്ട് ബൈ അവിടെ n ഇസിക്കൽ 2 അല്ലേ, സോ 2 ഇൻറ്റു 2p പ്ലസ് 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി A3 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് A1 ബൈ ആണ്, സോ A1 ഓൾറെഡി 0 ആണ്, സോ A3 ഈക്വൽ 0. ഇനി എന്താണ് A4 വരുന്നത്? അത് മൈനസ് A2 ബൈ അവിടെ n ഈക്വൽ ടു 4 ആണ്, സോ 4 ഇൻറ്റു 2p പ്ലസ് 4. ഓക്കെ, ഇനി ഇവിടെ A2ൻ്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം, സോ മൈനസ് 1 നോട്ട് സ്ക്വയർ ഇൻറ്റു എ നോട്ട് ബൈ 2ഉം 4 ഉണ്ട്, അതുകൊണ്ട് നമുക്ക് തന്നെ 2 ഇൻറ്റു 4 അത് കമ്പൈൻ ചെയ്ത് തന്നെ എഴുതാം. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു 4 ഇൻറ്റു 2p പ്ലസ് 2 ഇൻറ്റു 2p പ്ലസ് 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അതേപോലെ A5 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, A6 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വിചാരിക്കുക. A2 A നോട്ട് ബൈ 2 ഇൻറ്റു 2p പ്ലസ് 2, A4 A നോട്ട് ബൈ 2 ഇൻറ്റു 4 ഇൻറ്റു 2p പ്ലസ് 2 ഇൻറ്റു 2p പ്ലസ് 4, അതേപോലെ A6 കാൽക്കുലേറ്റ് ചെയ്ത് വിചാരിക്കുക. ഇനി നമുക്ക് ഓൾറെഡി അറിയാം സമ്മേഷൻ എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് പി എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫ്രോബീനിയസ് സീരീസ് സൊല്യൂഷൻ കിടക്കുന്നത്.
ഇതിലുള്ള എല്ലാ കോഎഫിഷ്യൻസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആൻഡ് എ നോട്ട് ഈക്വൽ 0. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നിട വിട്ടുള്ള കോഎഫിഷ്യൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് കോമൺ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ y is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും, a naught x raised to p into 1 minus x square by 2 square into p plus 1. അവിടെ a naught കോമൺ പുറത്തെടുത്തു, അതിൽ x raised to p ഓൾറെഡി ഉണ്ട്. അതുപോലെ ഇവിടെ 2 square into p plus 1 എന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ a2 എഴുതുമ്പോൾ മൈനസ് a naught by 2 into 2p plus 2 ആണ്. അപ്പോൾ അത് 2 square into p plus 1 എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ അതുപോലെ a4 നമുക്ക് കാണാൻ പറ്റും, അവിടെ ഇതേപോലെ 2 പ്രാവശ്യം 2 പുറത്തെടുക്കാം. സോ ഇറ്റ് ബിക്കംസ് 2 raised to 4 into 2 factorial into p plus 1 into p plus 2. അതേപോലെ a6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 raised to 6 into 3 factorial അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് നമുക്ക് അതിൻ്റെ ജനറൽ ടേം എങ്ങനെ എഴുതാൻ പറ്റും, y equal to a naught x raised to p into summation minus 1 raised to n into x raised to n by 2 raised to n into n factor into p plus 1 etc. p plus n എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ്റെ ഫോം. ഓക്കെ, അപ്പോൾ y is equal to this എന്നുള്ളത് നമ്മൾ തന്നിട്ടുള്ള ബെസൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഇനി എന്താണ് ബെസൽ ഫംഗ്ഷൻ? ഇവിടെ ഈ a നോട്ടിന് 1 by 2 raised to p into p factorial സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടുന്നോ അതിനെയാണ് നമ്മൾ ബെസൽ ഫംഗ്ഷൻ ഓഫ് ദി ഫസ്റ്റ് കൈൻഡ് ഓഫ് ഓർഡർ p എന്ന് നമ്മൾ പറയുന്നത്. ഞാനതിന് jp of x എന്ന് ഡിനോട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അവിടെ it is x raised to p by 2 raised to p by p factorial into summation, ബാക്കി നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ, minus 1 raised to n x raised to n by etc. ഓക്കെ, അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതാം? ഇറ്റ് ഈസ് summation minus 1 raised to n x by 2 2n plus p x by 2 raised to 2n plus p by n factor into p plus n factorial. ഇതിൽ രണ്ട് സ്പെഷ്യൽ കേസുകളെ പരിചയപ്പെടുത്തുന്ന j naught of x ഉം j1 of x ഉം. അതായത് ആ പിക്ക് നമ്മൾ 0 കൊടുക്കുമ്പോഴും 1 കൊടുക്കുമ്പോഴും കിട്ടുന്ന രണ്ട് ഫംഗ്ഷൻസ്. ഇതൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതാണ്, ഇതിനനുസരിച്ചുള്ള കുറച്ച് പ്രോബ്ലംസും ഉണ്ടാകും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിക്ക് നമുക്ക് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് -1 raised to n, സമ്മേഷൻ -1 raised to n, പിന്നെ എന്ത് വരും, x by 2 raised to 2n എന്ന് വരും. അതിന് മുമ്പ് തന്നെ നമുക്ക് 1 by n factor whole square എന്ന് നമുക്ക് എഴുതാം. ഇനി അവിടെ p is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിന് നമ്മൾ j1 of x നമുക്ക് വിളിക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് summation -1 raised to n 1 by n factorial into n plus 1 factorial. അതുപോലെ ബാക്കി ഭാഗം അതുപോലെ തന്നെ x by 2 all raised to 2n plus 1 എന്നായിരിക്കും വരുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ j0 of x ഉം j1 of x ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ അത് വൃത്തിയായിട്ട് തന്നെ അത് എക്സ്പ്രസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് j0 of x എന്ന് പറഞ്ഞാൽ 1 minus x square by 2 square plus x raised to 4 by അങ്ങനെ പോകും. അതുപോലെ j1 of x ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ദാറ്റ് അതിനൊരു ഡാംഡ് ഓസിലേറ്ററി ബിഹേവിയർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ഒരു ഓസിലേഷൻസ് ഇങ്ങനെ ഫെയ്ഡിങ് അവേ എന്നുള്ള രീതിയിൽ നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ നമ്പർ ഓഫ് സീറോസ്, പോസിറ്റീവ് സീറോസ് യു ക്യാൻ സി, ഈ രീതിയിലാണ് ഗ്രാഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിറ്റീവ് സീറോസ്. നമുക്കറിയാം കോസ് എക്സിനും സൈൻ എക്സിനൊക്കെ ഈ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ അവരുടെ സീറോസ് ഒക്കെ ഒന്നിടവിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കോസ് എക്സിനും സൈൻ എക്സിനും നമ്മൾ റിലേഷൻ നമുക്കറിയാം d/dx ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും d/dx ഓഫ് j0 of x എന്ന് പറഞ്ഞാൽ മൈനസ് j1 of x ആണെന്ന് കാണാൻ പറ്റും. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം j0 of x-ന്റെ എക്സ്പാൻഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അതിനെ നിങ്ങൾ വെറുതെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഫസ്റ്റ് ടേം മൈനസ് x by 2 വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കത് ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനതവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ d/dx ഓഫ് x into j1 of x. അപ്പോൾ നിങ്ങൾ ആ j1 of x അവിടെ തന്നിട്ടുള്ളതിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ ഡെറിവേറ്റീവ് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇറ്റ് വിൽ ബി x into j0 of x. ഓക്കെ, ഇനി പ്രധാന പ്രോബ്ലത്തിലേക്ക് വരാം. ഇവിടെ jp of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് p ഇൻറ്റിജർ ആണെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല, കാരണം എന്താ, there is a p plus n factorial എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ p ഇൻറ്റിജർ അല്ലെങ്കിൽ in order to handle this p plus n factorial we introduce the function we already അറിയുന്നത് തന്നെയാണ് ഗാമ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ p plus n ഫാക്ടോറിയലിനെ നമുക്ക് when p is not an integer നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്താണ് ഗാമ ഓഫ് p എന്ന് പറഞ്ഞാൽ, p greater than or equal to 0 ആണെങ്കിൽ
gamma of p is integration from 0 to p t raised to p minus 1 e raised to minus t dt ആണ്. ഇതിന്റെ കുറെ പ്രോപ്പർട്ടീസ് വെച്ചാൽ ഈ ഇന്റഗ്രൽ കൺവേർജന്റ് ആണ്, അതായത് കൺവേർജൻസ് ഓഫ് ദി ഇന്റഗ്രൽ p ഗ്രേറ്റർ ദാൻ 0 ഇതിനെ കുറിച്ച് ഞാൻ പറയാം. അതിൽ ഈ 3-4 പ്രോപ്പർട്ടികൾ ചെറുതായിട്ട് ഞാൻ മെൻഷൻ ചെയ്യും. അതൊക്കെ നമുക്ക് ജസ്റ്റ് അറിയണം എന്നുള്ള രീതിയിൽ മാത്രമാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ തന്നെ കൺവേർജൻസ് ഓഫ് ദി ഇന്റഗ്രൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് അല്ലേ ഈ ഇന്റഗ്രേഷന്റെ. അപ്പോൾ അവിടെ e raised to minus t എന്ന് പറഞ്ഞാൽ 1 by e raised to t. അപ്പോൾ t ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1 by e raised to t 0യിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ e raised to എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, അത് ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് അവിടെ കൺവേർജന്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ 0യിലേക്ക് ആണ് t ടെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റും p ലെസ് ദാൻ 1 ആകുമ്പോൾ നമുക്ക് p ഗ്രേറ്റർ ദാൻ 0 ആണ്, എനിവേ p ലെസ് ദാൻ 1 ആകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും t raised to p minus 1 എന്ന് പറയുന്നത് അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ e raised to minus t എന്ന് പറയുന്ന ആ സമയത്ത് 1ലേക്കാണ് പോകുന്നത്. So in both cases we can see that this integral is convergent. Okay, for p greater than 0, p must be greater than 0 എന്നുള്ള അവിടെ നിർബന്ധമാണ്. കാരണം p equal to 0 ആയി കഴിഞ്ഞാൽ അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഗാമ p plus 1 is equal to p into gamma of p, അത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഗാമ ഓഫ് p plus 1 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് b ടെൻഡിങ് ടു ഇൻഫിനിറ്റി, നമുക്ക് ഇന്റഗ്രേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റിക്ക് പകരം ഇന്റഗ്രേഷൻ ഫ്രം 0 to b എന്ന് പറഞ്ഞാലും മതി, എന്നിട്ട് b ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും t raised to p into e raised to minus t dt. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ t raised to p ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ e raised to minus t ആണ്. സോ ഇന്റഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, സോ ഇറ്റ് ഈസ് t raised to p into integral of second function മൈനസ്, ഓക്കെ, ഇതിന് ലിമിറ്റ് 0 to b ലിമിറ്റ് കൊടുക്കണം, നമുക്ക് കാണാൻ പറ്റും അത് 0 ആണെന്ന് കാണാൻ പറ്റും. അതുപോലെ ഇന്റഗ്രൽ ഫ്രം 0 to b ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ, സോ ഇറ്റ് ഈസ് p into t raised to p minus 1 into e raised to minus t by minus 1 dt. ഓക്കെ, ഇതിൽ p പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് p പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് ഗാമ p തന്നെയാണെന്ന് കാണാൻ പറ്റും. സോ ദിസ് ടേക്സ് ദ ഫോം, ഇത് ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ ലിമിറ്റ് b ടെൻഡിങ് ടു ആഫ്റ്റർ അപ്ലൈയിങ് ദ ലിമിറ്റ് ആൻഡ് b ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ആ ഫസ്റ്റ് പാർട്ട് 0 ആയിട്ട് പോകും. അതുപോലെ മറ്റേതിൽ നിന്ന് മൈനസ് p പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് പ്ലസ് p ഇൻറ്റു ഇന്റഗ്രേഷൻ ഫ്രം 0 to p t raised to p minus 1 t raised to minus t. അതായത് അത് ഗാമ p പ്ലസ് 1 p ഇൻറ്റു ഗാമ p എന്ന് പറയുന്ന ടേമിലേക്ക് എന്ന എക്സ്പ്രഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി നിങ്ങൾക്ക് ഗാമ ഓഫ് 1 നിങ്ങൾ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും, അത് 1 ആണെന്ന്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗാമ ഓഫ് n plus 1 എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയലാണ്. അപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റി, ഈ രീതിയിൽ p plus n ഫാക്ടോറിയലിനെ നമുക്ക് ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ, കാരണം ഗാമയും ഫംഗ്ഷനും ഫാക്ടോറിയൽ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഇൻറ്റിജർ അല്ലെങ്കിൽ കൂടി യു ക്യാൻ ഹാൻഡിൽ ദിസ് എക്സ്പ്രഷൻ ഓഫ് p plus n ഫാക്ടോറിയൽ ഫോർ p greater than 0. ഓക്കെ, ഇനി നമുക്കിത് പക്ഷെ നമുക്ക് p ലെസ് ദാൻ 0 ആയിട്ടുള്ള ചില കേസുകളും ഗാമ p നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഓൾറെഡി ഗാമ p എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗാമ p plus 1 by p, ഈ പറയുന്ന എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഗാമ പിയുടെ ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഇല്ലാതെ തന്നെ ആണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പക്ഷേ ഗ്രാഫ് ഈസ് ഗിവൺ ഹിയർ. സോ ലെറ്റ് us കൺസിഡർ ആൻ ഇന്റർവൽ. ഇവിടെ p ലെസ് ദാൻ 0 ആയിട്ടുള്ള കേസിലുള്ള ഒരു ചെറിയ ഇന്റർവൽ കൺസിഡർ ചെയ്യുക, അതായത് -1 ലെസ് ദാൻ p ലെസ് ദാൻ 0 എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും 0 ലെസ് ദാൻ p plus 1 ലെസ് ദാൻ 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് p plus 1ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ p plus 1ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഗാമ p plus 1 ഡിഫൈൻഡ് ആണ് അല്ലേ. p ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഗാമ ഡിഫൈൻഡ് ആവും അല്ലേ. p plus 1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഗാമ p plus 1 ഡിഫൈൻഡ് ആണ്, അതായത് ഗാമ p അവിടെ ഡിഫൈൻഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ബ്ലൂ കളറിൽ ഞാൻ പറഞ്ഞ ആ ഇന്റർവലും അതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് നമുക്ക് അതേപോലെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു ബ്ലാക്ക് കളറിൽ ഞാൻ എഴുതി കഴിഞ്ഞാൽ -2 ലെസ് ദാൻ p ലെസ് ദാൻ -1, ആ ഇന്റർവൽ കൺസിഡർ ചെയ്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റും -1 ലെസ് ദാൻ p plus 1 ലെസ് ദാൻ 0. ഓൾറെഡി നമ്മൾ പറഞ്ഞു -1നും 0നും ഇടയ്ക്ക് ഗാമ ഫംഗ്ഷൻ ഇപ്പോൾ ഡിഫൈൻഡ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് -2ന്റെയും -1ന്റെ ഇടക്കും ഈ രീതിയിൽ ഫംഗ്ഷനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ അവിടെ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രാഫ് നമുക്ക് ആ ഫോർമുല ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി ഒരു റെഡ് കളറിൽ -3 ലെസ് ദാൻ p ലെസ് ദാൻ -2 എന്ന് പറയുന്ന ഇന്റർവൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അഗെയിൻ സീ ദാറ്റ്
അവിടെ -2 ലെസ് ദാൻ p plus 1 ലെസ് ദാൻ -1 എന്നാണ് എന്നുള്ളതിന് ഇക്വലൻ്റ് ആണ്. പക്ഷേ ഓൾറെഡി നമുക്കറിയാം -2നും -1നും ഇടയ്ക്ക് ഗാമ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സോ യു ക്യാൻ എക്സ്റ്റെൻഡ് ദിസ്. ഓക്കെ, ഇത് നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ ഇൻറ്റിജേഴ്സിലൊഴികെ, ആ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിലൊഴികെ ബാക്കി എല്ലായിടത്തും തന്നെ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻഡ് ആണെന്ന് കാണാൻ പറ്റും. പിന്നെ വാട്ട് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് ഇൻറ്റിജേഴ്സ്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്? നമുക്ക് കാണാം p ടെൻഡിങ് ടു 0 ആണെങ്കിൽ ആ നേരത്തെ കണ്ട ഇൻ്റഗ്രൽ ഗാമ ഓഫ് p ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതേ വാല്യൂ തന്നെയായിരിക്കും -1 -2 -3 തൊട്ട് മുമ്പത്തെ ഫോർമുല പ്രകാരം നമുക്കിത് അത് ഒത്തുപോകണമെന്നുണ്ടെങ്കിൽ ഗാമ ഓഫ് p ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആയി പറ്റും. സോ എക്സെപ്റ്റ് അറ്റ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വി ഹാവ് ദിസ് ഗാമ ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചുള്ള ഗാമ ഫംഗ്ഷൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, now let us go back to our Bessel function and its solution. Bessel equation and its solution. നമ്മൾ ഓൾറെഡി jp of x ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അവിടെ p plus n ഫാക്ടോറിയൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്ന് നമ്മളിപ്പോൾ മനസ്സിലായി. കാരണം എന്താണ്, യു ക്യാൻ പ്രോപ്പർലി ഡിഫൈൻ ഇറ്റ് യൂസിങ് ദ ഗാമ ഫംഗ്ഷൻ. അതായത് അവിടെ n ഫാക്ടർ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് എന്തെഴുതാം, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗാമ ഫംഗ്ഷൻ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗാമ ഓഫ് n plus 1 ആണ്, റൈറ്റ്? സോ യു ക്യാൻ റൈറ്റ് as ഗാമ ഓഫ് n plus 1. അതുപോലെ മറ്റേത് ഗാമ ഓഫ് p plus n plus 1 എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ ഹാൻഡിൽ ദാറ്റ് എക്സ്പ്രഷൻ ഫോർ എവറി വാല്യൂ ഓഫ് p greater than 0. Now any solution which is independent of the first solution is called the Bessel function of the second kind. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പക്ഷേ നമുക്കിവിടെ രണ്ട് എക്സ്പോണൻസ് അവൈലബിൾ ആണ്. അതിൽ p ആണ് നമ്മൾ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ച് jp ജനറേറ്റ് ചെയ്തു. So can you try -p and obtain some j minus p? നമുക്ക് കാണാൻ പറ്റുക p നെ -p കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ you will be having j minus p of x എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ആകെ കൂട്ടിയുള്ള റീപ്ലേസ്മെന്റ് വെച്ചാൽ എവിടെയൊക്കെ p ഉണ്ടോ അവിടെയൊക്കെ -p ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. ഒന്ന്, ഈ രണ്ട് സൊല്യൂഷനും ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളതാണ് ആദ്യത്തെ സൊല്യൂഷൻ, when p is not an integer. അതുകൊണ്ട് തന്നെ നമുക്കൊരു ജനറൽ സൊല്യൂഷൻ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ when p is not an integer എന്നുള്ളത് ഞാൻ സാവധാനം എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ആ റെഡ് കളറിൽ എഴുതിയത് 2 സൊല്യൂഷൻസ് ആർ ഇൻഡിപെൻഡന്റ് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? കാരണം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇതിൽ jp of x നെ കുറിച്ച്. ഇനി j minus p of x നെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് ടേം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതിൽ ഫസ്റ്റ് ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് 1/something into x/2 raised to -p. അതായത് 1/-p ഇൻറ്റു ഫാക്ടോറിയൽ ഇൻറ്റു ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ x/2 raised to -p എന്നാണ്, വിച്ച് ഈസ് അൺബൗണ്ടഡ് അറ്റ് x = 0. കാരണം 1/x raised to p എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് അൺബൗണ്ടഡ് ഫോർ x = 0. അതേസമയം നമ്മൾ jp of x ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇറ്റ് ഈസ് ബൗണ്ടഡ് അറ്റ് x = 0 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ രണ്ട് സൊല്യൂഷൻ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് സെന്റൻസ്, ഇത് ജനറൽ സൊല്യൂഷൻ ആണെന്ന് പറയാൻ ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താണ്, രണ്ട് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് y = c1 into jp of x plus c2 into j minus p of x എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, p ഇൻറ്റിജർ അല്ലെങ്കിലാണ് ഈ പറയുന്ന കാര്യം. എന്ത് സംഭവിക്കും p ഇൻറ്റിജർ ആയിക്കഴിഞ്ഞാൽ? p ഇൻറ്റിജർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ j minus p of x എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ അല്ല എന്നും കാണാൻ പറ്റും. ഓക്കെ, അത് ജസ്റ്റിഫൈ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടാണ്. അതായത് കൺസിഡർ ദ കേസ് വെൻ p is not an integer. അതായത് സം m ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ j minus m-ന്റെ അതേ ഡെഫിനിഷൻ തന്നെയാണ് ഞാൻ വീണ്ടും എഴുതിയിരിക്കുന്നത്. എന്താണ് -m plus n ഫാക്ടോറിയലിന് സംഭവിക്കുന്നത്? കാരണം ഇവിടെ n = 0 വരുമ്പോൾ 0 1 2 3 up to m വരുമ്പോഴും ഈ വാല്യൂ എന്താണ്? ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, അല്ലേ? നമ്മൾ ഗാമ ഫംഗ്ഷൻ്റെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ 1/-m plus n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 0 ആയി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഫുൾ എക്സ്പ്രഷൻ n = m തൊട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വിച്ച് മീൻസ് സമ്മേഷൻ ഫ്രം n = m -1 raised to n x/2 raised to 2n minus n, m ആണത്, by n ഫാക്ടോറിയൽ -m plus n ഫാക്ടോറിയൽ എന്നുള്ളത് n = m തൊട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് വി ക്യാൻ സീ ദാറ്റ് n = m നെ നമുക്ക് n minus m = 0 എന്നുള്ള ഒരു കൗണ്ടർ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ വീണ്ടും പുതിയതായിട്ട് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനെ
put r is equal to some n minus m, then you can write it is from summation r equal to 0 to infinity എന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വീണ്ടും അത് സമ്മേഷൻ ഓവർ n എന്ന് തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ ആ ആറിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സമ്മേഷൻ ഓവർ ആറിന് പകരം നിങ്ങൾ വീണ്ടും n എന്ന് എഴുതി കഴിഞ്ഞാൽ, അതായത് in order to get summation from n equal to 0 itself, you can replace this r with n and have n is equal to n minus m, which means that our n is equal to n plus m. അപ്പോൾ you can again rewrite this expression as summation from n equal to 0 to infinity minus 1 raised to അവിടെ n നൊക്കെ പകരം n plus m എന്ന് പറയുന്ന ഒരു ഡമ്മി വേരിയബിൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾറെഡി ഞാൻ പറഞ്ഞത് m ആണെന്ന്, അപ്പോൾ നമുക്ക് n plus m 2 into n plus m minus m by n plus m factorial into n factorial നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ ആ മൈനസ് 1 raised to m ഒന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കി കിട്ടുന്ന ഭാഗം നമ്മളൊരു സ്പെഷ്യൽ കേസാണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് when p is an integer for m greater than or equal to 0 ആണ്. ഓക്കെ, സോറി, p is an integer m എന്നുള്ളതാണ്. p ഒരു ഇൻറ്റിജർ ആകുമ്പോഴുള്ള കേസാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ വെറും jm of x തന്നെയാണ്. അതായത് നമ്മുടെ ബെസൽ ഇക്വേഷൻ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡിന്റെ ഒരു മൾട്ടിപ്പിൾ തന്നെയാണ് j മൈനസ് പി. അതായത് p ഒരു ഇൻറ്റിജർ ആവുന്ന കേസാണ് പറയുന്നത് j മൈനസ് പി എന്ന് പറയുന്നത്. which means that this is not a second independent solution of this your Bessel equation. അപ്പോൾ ഇത് എന്ത് സംഭവിച്ചു, നമുക്കിപ്പോൾ ഒരു ജനറൽ സൊല്യൂഷൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല, p ഒരു ഇൻറ്റിജർ ആവുന്ന കേസ്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്കൊരു സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്താ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം, p ഒരു ഇൻറ്റിജർ ആവുന്ന സമയത്ത് നമ്മുടെ ഈ y is equal to c1 jm of x plus c2 j minus m of x എന്ന് പറയുന്നത് സം c3 ഇൻറ്റു ജെ എം ഓഫ് എക്സ് തന്നെയാണ്. കാരണം എന്താ, മറ്റേ ഇത് ഇൻഡിപെൻഡൻ്റ് അല്ല, ജെ മൈനസ് എം ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ എം ഓഫ് എക്സിൻ്റെ ഒരു മൾട്ടിപ്പിൾ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ജനറൽ സൊല്യൂഷൻ ഇല്ല, രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ വേണം അല്ലേ. ഈ ഒരു കേസിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബെസൽ ഫംഗ്ഷൻ ഓഫ് ദി സെക്കൻഡ് കൈൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ജെ പി ഓഫ് എക്സ് ഇൻറ്റു കോസ് പി പൈ മൈനസ് ജെ മൈനസ് പി ഓഫ് എക്സ് ഇൻറ്റു സൈൻ പി പൈ. നമുക്ക് കാണാൻ പറ്റും ഇത് ഏത് കേസിലും p ഒരു ഇൻറ്റിജർ ആയിക്കോട്ടെ അല്ലാതെ ഉള്ള വാല്യൂ ആയിക്കോട്ടെ, ഇത് ഒരു ജനറൽ സൊല്യൂഷൻ, അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആണ്. അതായത് y ഈക്വൽ ടു c1 jp പ്ലസ് c2 yp എന്ന് പറയുന്നത് ഒരു ജനറൽ സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങളൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. p ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പുതിയൊരു സൊല്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് ഈ രണ്ട് ജനറൽ സൊല്യൂഷനും സെയിം തന്നെയാണെന്ന് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ, ഈ വൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ജെ പിയുടെയും ജെ മൈനസ് പിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ മാത്രമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ c3 ജെ പി പ്ലസ് c4 ജെ മൈനസ് പി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വൈ പിയുടെ അവിടെ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, അപ്പോൾ ജെ പിയുടെ ഭാഗങ്ങൾ കമ്പൈൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അത് സം ഒരു c5 ജെ പി ഓഫ് എക്സ് പ്ലസ് സം c6 ജെ മൈനസ് പി എന്ന് നമുക്ക് കിട്ടാൻ പറ്റും. അതായത് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ജെ പി പ്ലസ് അനദർ കോൺസ്റ്റന്റ് ജെ മൈനസ് പി ഉണ്ടോ, അത്രേ ഉള്ളൂ. പക്ഷെ പി ഇൻറ്റിജർ ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നം. പി ഇൻറ്റിജർ ആകുമ്പോൾ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം, നമ്മൾ വൈ എം ഓഫ് എക്സ് നമുക്ക് തൊട്ട് മുമ്പത്തെ ഈ ഒരു ഡെഫിനിഷൻ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇതെങ്ങനെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വൃത്തിയായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കൂടി ഫൈനൽ കാണിക്കുന്നു. വൈ സീറോ ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും, ജെ സീറോയും ജെ വൺ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി, 5p ഓഫ് എക്സ് അൺബൗണ്ടഡ് നിയർ ദി ഒറിജിൻ, അത് ഗ്രാഫിക്കലല്ല അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും. എനിവേ ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സീറോയിൽ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് വേണ്ടെങ്കിൽ നിങ്ങൾ c2 = 0 കൊടുത്തേ പറ്റൂ. ആ രണ്ടാമത്തെ പാർട്ട് നമുക്ക് വേണ്ട. ഇനി ഈ പ്രോബ്ലം ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. അതുപോലെ ഒരു അസൈൻമെൻറ്റ് പറയുന്നത് വെച്ചാൽ ജെ എൻ ഓഫ് എക്സിൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജെ ഹാഫ് ഓഫ് എക്സ് √2/πx × sin x ആണ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ ഗാമ ഹാഫിൻ്റെ ഡെഫിനിഷൻ നമുക്ക് അറിയാമെങ്കിൽ അത് യൂസ് ചെയ്യാം, നിങ്ങൾക്കറിയാം അത്. അതുപോലെ എക്സ്പാൻഷൻ ഓഫ് sin x നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രോബ്ലംസ് ചെയ്യുക. പരമാവധി ശ്രദ്ധിച്ച് ഒന്നുകൂടി വാച്ച് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച്.